യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എക്സ്പേർട്ടീസാണുള്ളത്, കൂടാതെ നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ അനായാസമായ എങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാം. കൂടാതെ നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ പ്ലേസിൽ പോയാൽ, സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ യാത്ര, അതിനെക്കുറിച്ചൊക്കെ നല്ല രസകരമായ വീഡിയോസ് നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ കണ്ടതാണ്. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല പ്രസൻറ്റേഷൻസ്, നല്ല എഡിറ്റഡ് വീഡിയോസ്, നല്ല ക്ലാരിറ്റിയുള്ള, നല്ല വിഷ്വൽ ക്വാളിറ്റിയുള്ള വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ചതാണ് അല്ലേ. അവരുടെ പ്രസൻറ്റേഷൻ, അങ്ങനെ അവർ ക്ലാസ് എടുക്കുന്നു, കൂടാതെ അവർ നമുക്ക് പകർന്നു തരുന്ന അറിവ്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ നന്നായി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എങ്ങനെ നമുക്ക് നല്ല എഫക്റ്റീവും ക്രിയേറ്റീവുമായ യൂട്യൂബ് വീഡിയോ, യൂസ്ഫുള്ളുമായ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാം. കൂടാതെ നല്ലൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് നമ്മുടെ കരിയർ, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെടുക്കാം, ബാക്കിയുള്ളവർക്ക് എങ്ങനെ നല്ലൊരു സർവീസ്, നല്ലൊരു ഹെൽപ്പ് നേടിക്കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ. ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പൊതുവെ നമ്മൾ ചെയ്യാറ്. ഇതിൽ പല ഫീൽഡിനെ കുറിച്ചും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു യൂട്യൂബ് വീഡിയോ എഫക്റ്റീവും ക്രിയേറ്റീവുമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ എക്സ്പെർട്ടീസ്, നിങ്ങൾ ഏത് കാര്യത്തിലാണ് എക്സ്പേർട്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് നിങ്ങൾ എക്സ്പേർട്ട് ആവാൻ ആഗ്രഹിക്കുന്നത്, ആ ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി രണ്ടാമായിട്ടുള്ളതാണ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ചാനൽ ഉണ്ടാക്കിയത് മൂലം ആർക്കാണ് അതിൻ്റെ ലാഭം, ആരായിരിക്കണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വളരെ ക്രിയേറ്റീവായും വളരെ പ്രിസൈസായും മനസ്സിലാക്കിയെടുത്ത് ഇവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, ഇവരിലേക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് എത്തിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ടുള്ളത് പ്രിപ്പറേഷനാണ്. പ്രിപ്പയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ തയ്യാറായി വരിക എന്നുള്ളതാണ്. നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ, നിങ്ങളൊരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ, നിങ്ങളൊരു ക്ലാസ് എടുക്കുമ്പോൾ, നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് അറ്റംപ്റ്റ് നടത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്, വളരെ ക്രിയേറ്റീവായും വളരെ പ്രിസൈസായി നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ പാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇനി നാലാമതായിട്ടുള്ളതാണ് പേടി, ഫിയർലെസ്. നിങ്ങൾക്ക് പേടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റുന്ന, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റുന്ന ധൈര്യം, കൂടാതെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ബോധം, കൂടാതെ നിങ്ങളുടെ ആ വിശ്വാസം, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുണ്ടാകുന്ന ആ വിശ്വാസം, ആത്മവിശ്വാസം, അത് നിങ്ങളുടെ ഡെലിവറി, നിങ്ങൾ പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ അത് കാണണം എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ളതാണ് ഇംപ്രൂവ് യുവർ ഓഡിയോ ക്വാളിറ്റി ആൻഡ് വിഷ്വൽ ക്ലാരിറ്റി. നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അത് വളരെ ചാലഞ്ചിങ് ആയ കാര്യമാണ്. ഞാൻ എൻ്റെ 10-20 ആദ്യത്തെ ഏകദേശം 30 വീഡിയോസ് വരെ പൂവർ ഓഡിയോ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി നേടാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള റിസർച്ച് ചെയ്തു, പല കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു, യൂട്യൂബിലുള്ള പല വീഡിയോസ് വാച്ച് ചെയ്തു. ഇബാദുർ റഹ്മാൻ പോലുള്ള നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ആ വീഡിയോ വാച്ച് ചെയ്ത് അവരെങ്ങനെയാണ് യൂട്യൂബേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന പല ചാനൽസ് ഉണ്ട്. ഇതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. വിഷ്വൽ ക്ലാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, അത് ക്യാമറ ആയാലും നമ്മുടെ ഫോണായാലും ഏത് രീതിയിലുള്ള പിക്സൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൂടാതെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് എങ്ങനെയാണ്, രാത്രിയാണോ പകലാണോ എടുക്കുന്നത്, ഇൻഡോറാണോ ഔട്ട്ഡോർ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ നടത്തുന്നത്, ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് നിങ്ങളുടെ
വീഡിയോ ക്ലാരിറ്റിയെ വളരെ നന്നായി സ്വാധീനിക്കാൻ സാധ്യത അല്ലെങ്കിൽ തീർച്ചയായും ഉണ്ട്. കൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഏത് രീതിയിലുള്ള സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലുള്ള ടെക്സ്റ്റാണ് നിങ്ങൾ അതിൽ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വാട്ടർ മാർക്ക് ആഡ് ചെയ്യുന്നത്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 7ാമതായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഔട്ട് ഓഫ് യൂട്യൂബ്. അതായത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും യൂട്യൂബിൽ അകത്ത് മാത്രം കാണപ്പെടുന്നൊരു ജീവിയായി മാറാതെ പുറത്തുള്ള പ്രോഗ്രാംസിലും നിങ്ങളൊരു കുക്കറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ കുക്കിംഗ് ഷോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊരു ഔട്ട്ഡോർ കുക്കിംഗ് ഷോ നടത്തുക, ആൾക്കാരെ ക്ഷണിക്കുക, അവർക്ക് ക്ലാസ് കൊടുക്കുക, ഫ്രീ ആയി ക്ലാസ് കൊടുക്കുക, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങളിപ്പം ഞാൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ പല ആൾക്കാരും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അതിന് ആൻസർ ചെയ്യുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല ചാനൽ കൂടി അവർ ചെയ്യാറുണ്ട്. കൂടാതെ നേരിട്ട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അവൈലബിളായി നിൽക്കുക എന്നുള്ളതാണ്. 7th പോയിൻ്റാണ്, നിങ്ങൾ പറയുന്ന കാര്യം അത് സത്യവും ട്രൂത്ത്ഫുള്ളും ഫാക്റ്റ് ബൗണ്ടഡും. അതായത് നിങ്ങൾ പറയുന്ന കാര്യം ശരിക്കും ഫാക്റ്റ് ചെക്കിങ് ചെയ്യാൻ പറ്റുന്നതും, അതിനൊരു സോഴ്സ്, നിങ്ങൾ എവിടെ നിന്നാണോ സംസാരിക്കുന്നത് അതിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാനൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചോ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചോ സംസാരിക്കുകയാണെങ്കിൽ ആ വിവരം എനിക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അത് എങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ചാനൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമാകാൻ പോകുന്നത്. അതായത് അവർ നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം ആ ഇൻഫർമേഷൻ അവർ സത്യമായി കരുതുകയും അതിനനുസരിച്ച് അവരുടെ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് പറയുന്ന കാര്യം ഫാക്ട്സും കൂടാതെ ട്രൂത്ത്ഫുള്ളുമായി ഇരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 8ാമതായിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലുണ്ടാകുന്ന സ്മൈൽ, ആ ചിരി, എത്ര വൃത്തിയായി ചിരിക്കാൻ പറ്റുന്നു, എത്ര കൺവിൻസിംഗ് ആയി ചിരിക്കാൻ പറ്റുന്നു. അതായത് നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ, അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഫ്രണ്ട്ലിനെസ്, എത്ര ഓപ്പണായി നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു അയൺ മാസ്ക് മുഖത്ത് ധരിക്കാതെ ശരിക്കും ഒരു മാൻലി ആ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയാൽ ശരിക്കും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന് കൂടുതൽ സബ്സ്ക്രിപ്ഷൻസും വ്യൂസും കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടാതെ 9ാമതായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു റെഗുലർ പാറ്റേൺ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് ആഴ്ചയിൽ 1, 2, 3 ഒരു ഫിക്സഡ് ഡേയ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതായത് ഇന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ഓപ്പണായി അവരോട് പറയുക. എന്നിട്ട് അത് റീറ്റെയിൻ ചെയ്ത് ആ സമയങ്ങളിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം ഏതൊക്കെ സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുക, കൂടുതൽ ആൾക്കാർ കാണാൻ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് പൊതുവേ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പറയാറ് 5 മണിക്ക് ശേഷം, ഇന്ത്യയിൽ 5 മണിക്ക് ശേഷമാണ് ശരിക്കും യൂട്യൂബ് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനമായി പറയാനുള്ളത് ബി ഒറിജിനൽ. ജീവിതത്തിൻ്റെ മറ്റ് പല കാര്യങ്ങളെപ്പോലെ തന്നെ യൂട്യൂബിലും നിങ്ങളുടെ ഒറിജിനാലിറ്റി കാണിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒറിജിനൽ, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഒരാളെ കൺവിൻസ് ചെയ്യേണ്ടത് എന്ന് ഓപ്പണായി പറയുക. അതിൽ നിന്നും അവർക്ക് എന്താണ് ലാഭം നേടാൻ പോകുന്നത്, അവർക്ക് എന്ത് നല്ല ബെനിഫിറ്റാണ് അവർക്ക് നേടാൻ പറ്റുന്നത്, കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ വെച്ച് ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്താൽ അത് നിങ്ങൾക്കും നിങ്ങളെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും 2 പേർക്കും അത് ഗുണം നൽകും എന്നുള്ളതാണ്. പല കൂട്ടുകാരും ചെയ്യുന്നത് കോപ്പി ക്യാറ്റ്, പൊതുവെ ഗാഡ്ജറ്റ്സുമായിട്ടുണ്ടാകുന്ന പല വീഡിയോസും കാണുമ്പോൾ പലതും കോപ്പി ചെയ്താണ് അവർ പ്രസൻറ്റ് ചെയ്യാറ്. പലപ്പോഴും വീഡിയോയിൽ ഫ്രെയിമിൽ വന്ന് സംസാരിക്കാൻ മടിയാണ്, നാണക്കേടാണ്. അതൊക്കെ ഒഴിവാക്കിയെടുക്കുക. മറ്റുള്ളവരിൽ നിന്നും കോപ്പി ചെയ്ത് നിങ്ങളുടെ കണ്ടൻറ്റായി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിന് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുകയും അവർ നിങ്ങളെ ബാൻ ചെയ്യുകയും നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ചാനലിന് വളരെ നെഗറ്റീവായ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് യു ആർ പ്ലാനിങ് ടു ഹാവ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ, നിലനിർത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു യൂസ്ഫുൾ പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ വ്യൂവേഴ്സിനും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 10 കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ യൂട്യൂബ് ചാനൽ സൂപ്പറായതുകൊണ്ടോ
അല്ലെങ്കിൽ ഞാനൊരു സംഭവം ആയതുകൊണ്ടോ അല്ല, മറിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ പഠിച്ച ഇൻ്റർനാഷണൽ ലെവലായാലും നാഷണൽ ലെവലായാലും നമ്മുടെ നാട്ടുകാരായ യൂട്യൂബേഴ്സും അവർ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങൾ, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിൽ നിന്നും ഷെയർ ചെയ്തതാണ്. സോ ഇഫ് യു ഹാവ് മോർ ഇൻപുട്സ്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഹെൽപ്പ് ചെയ്യുക, സ്വയം ഹെൽപ്പ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.